ഹായ് സുന്ദരീസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കുന്നത് കുക്കർ കൊണ്ട് എന്ത് പരിപാടിയാണെന്നാണല്ലേ. കുക്കർ കൊണ്ട് ഇന്നൊരു വെറൈറ്റി കറി പിടിക്കാൻ പോവുകയാണ്. വെറൈറ്റി ഒന്നും അല്ല, നമ്മുടെ സാധാ മത്തിക്കറി തന്നെയാണ്. അതൊന്ന് കുക്കറിൽ വെക്കുന്നതെന്ന് മാത്രം. പിന്നെ ഇച്ചിരി പണി എളുപ്പമാണ്, അത്ര മാത്രം. അപ്പോൾ കുക്കറിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇച്ചിരി എണ്ണ ഒഴിച്ച് കടുക് മൂപ്പിച്ച് അതിലോട്ട് സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചേർത്ത് ഇച്ചിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോള അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വാടിക്കിട്ടണേ. സവോള നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാവേ. തക്കാളി നമ്മൾ ഒരു തക്കാളിയുടെ മുഴുവനായിട്ടല്ല ചേർത്ത് കൊടുക്കുന്നത്, ഒരു തക്കാളിയുടെ ഒരു കാൽ ഭാഗം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം കുറച്ച് പുളിവെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ലാസ്റ്റ്. അത് കാരണം നമ്മൾ കുറച്ച് തക്കാളി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് മത്തി ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് അതിലോട്ട് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടി കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ, കുറച്ച് നമുക്ക് സവോളയുടെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അത് കാരണം നമ്മൾ കുറച്ച് പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. മുളക് പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി മീറ്റ് മസാല, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്ക് മത്തി ഒന്ന് നമുക്ക് പുരട്ടി മാറ്റി വെക്കാവേ. അപ്പോൾ സവോള അത്യാവശ്യം നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് നമ്മളിപ്പോൾ സെയിം ചേർത്ത പൊടികൾ ഇച്ചിരി കൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. അങ്ങനെ ആ പൊടികളും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കണേ. നമ്മുടെ എരിവ് നോക്കിയിട്ട് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ നമുക്കിനി അതിലോട്ട് നമുക്ക് കുറച്ച് പുളിവെള്ളവും കൂടി നമ്മൾ നേരത്തെ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ വെള്ളവും കൂടി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ചാറ് വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അധികം ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ചാറ് വേണം എല്ലാവർക്കും. അപ്പോൾ നമുക്ക് അതിലോട്ട് പോരാത്ത ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഈ പെരട്ടി മാറ്റി വെച്ചിരിക്കുന്ന മത്തിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുക്കർ അടച്ച് നമുക്ക് ഒരു വിസിൽ കേട്ട് ഓഫാക്കി വെച്ച് കഴിയുമ്പോൾ തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റോട് കൂടി നല്ല കുറുകിയ മത്തിക്കറി കിട്ടുവേ.